മിണ്ടാതെയിരുന്ന് അയാൾക്ക് പറയാനുള്ളത് കേൾക്കൂ. കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി ഒരു കേന്ദ്രമന്ത്രി സഭയിൽ വിളിച്ചു പറഞ്ഞു, രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അയാൾക്ക് പറയാനുള്ളത് ഈ രാജ്യം കേൾക്കണം, നമ്മൾ കേൾക്കണം, ദയവായി ബഹളമുണ്ടാകാതെ അയാൾക്ക് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടാക്കണം. ഇത് സഭയിൽ വിളിച്ചു പറഞ്ഞത് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു. ജനമൊരുക്കിയ പ്രതിരോധ കോട്ട കണ്ട് വിറച്ച അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഒന്നിലേക്ക് മാത്രം: ഞാൻ തന്നെ രാജാവെന്ന അഹങ്കാരം BJPയുടെ തലയിൽ നിന്നും താഴെ വീണിരിക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ ഭരണകൂടം ഭയം കൊണ്ട് അടിച്ചമർത്തുകയാണ് എന്നൊരു ശക്തമായ ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. ആ പ്രതിച്ഛായയെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാനുള്ളൊരു കപട ശ്രമം മാത്രമായിരുന്നു രാജ്നാഥ് സിംഗിൻ്റെ ഈ ഇടപെടൽ. എന്നാൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി സഭയിൽ എത്രത്തോളം ശക്തനാണ് എന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഭരണപക്ഷത്തെ എത്രത്തോളം പിടിച്ചു കുലുക്കുന്നുണ്ട് എന്നുമുള്ളൊരു തിരിച്ചറിവാണ് രാജ്നാഥ് സിംഗിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. രാഹുലിൻ്റെ മുന്നിൽ അടപടലം തെറ്റിയ കേന്ദ്രമന്ത്രിസഭയുടെ ഒരു കെണിയെ മാത്രമാണ് ഇന്നലെ രാജ്നാഥ് സിംഗിലൂടെ നമ്മൾ കണ്ടത്. രാഹുൽ പറഞ്ഞ വാക്കുകൾ നീക്കം ചെയ്യുവാനും ഒപ്പം അയാൾക്ക് സംസാരിക്കാനുള്ള അവസരം കൃത്യമായി നൽകണമെന്നും കേന്ദ്രമന്ത്രി സഭയിലെ മൂന്നാമൻ അടിവരയിടുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് BJPയുടെ ഭയത്തിലേക്കാണ്. ഇന്നലെ കത്തിജ്വലിക്കുന്ന അഗ്നിപർവ്വതം പോലെയായിരുന്നു രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിച്ചത്. എതിരാളികളെ കരിച്ചു കളയാൻ പാകത്തിലുള്ള മൂർച്ചയുള്ള വാക്കുകളായിരുന്നു രാഹുലിൻ്റെ വായിൽ നിന്നും വന്നത്. അമിത്ഷാ എവിടെയെന്ന് രാഹുൽ ഗാന്ധി സഭയുടെ നടുത്തളത്തെ സാക്ഷിയാക്കി അലറിയപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ കേന്ദ്രമന്ത്രിസഭയിലെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭത്തിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെടിവെക്കാൻ ഉത്തരവിട്ടു എന്ന രാഹുൽ ഗാന്ധിയുടെ വാദം പാർലമെന്റിൽ ഒരു കോലാഹലത്തിന് കാരണമായി. ഭയമുള്ളതിനാൽ ഇവിടെ ഇരിക്കാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രി സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു. ഇതിൽ പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്ന് ട്രഷറി ബെഞ്ചുകൾ അലറി വിളിക്കാൻ തുടങ്ങി. രാഹുലിൻ്റെ ഇഡിയറ്റ് പരാമർശം ഭരണപക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. അതുകൊണ്ട് രാഹുൽ മാപ്പ് പറയണമെന്ന സ്പീക്കറുടെ അടുത്തെത്തിയ ഈ ആവശ്യം സഭയെ സ്തംഭിപ്പിച്ചു. ഉച്ച കഴിഞ്ഞ് ലോക്സഭയിൽ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിനെതിരെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചാടി എഴുന്നേറ്റ് അപ്പോഴായിരുന്നു രാജ്നാഥ് സിംഗിൻ്റെ ഇടപെടലുണ്ടായത്. വിദ്യാർത്ഥികൾക്കായി പ്രതിഷേധിച്ചതിന് രാഹുലിനെ അടിച്ചൊതുക്കിയും മൂക്കിൽ നിന്നും ചോര വരുത്തിച്ചും അറസ്റ്റ് ചെയ്തും ഒതുക്കി നിർത്താൻ കഴിയില്ല എന്ന് കേന്ദ്ര ഭരണകൂടം മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ രാജ്നാഥ് സിംഗിൻ്റെ നിലപാടിൽ നിന്നും നമുക്ക് വ്യക്തമായത്. സഭയിൽ മൈക്ക് ഓഫ് ചെയ്താലും ബഹളം വച്ചാലും രാഹുൽ ഗാന്ധി ഹീറോയായി മാറിയിരിക്കുന്നു എന്ന സത്യം കേന്ദ്ര ഭരണകൂടത്തെ വല്ലാതെ വിറപ്പിക്കുന്നു. ഇന്നലെ രാജ്നാഥ് സിംഗ് നടത്തിയ പ്രസംഗം ഇതിനൊപ്പം ചേർക്കുന്നുണ്ട്. बहुत ही विनम्रतापूर्वक अनुरोध करना चाहता हूं कि जिस असंसदीय शब्द का प्रयोग हमारे नेता प्रतिपक्ष ने किया है उसे कार्रवाई से निकाल दिया जाए। अपना व्यवस्था से निकल जाता है। ओके, वो निकाल दिया जाए। और मैं आप सभी से ये अपील अपने पक्ष से करना चाहता हूं कि इस समय आप शांत रहिए, उनकी बात सुनिए। आप बोलिए।